ഞങ്ങളുടെ സമരത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ചു നേരത്തെ എങ്കിൽ ഞങ്ങളുടെ 8.5 മാസം ഒരിക്കലും നഷ്ടപ്പെടുമായിരുന്നു. ഇത് പണ്ടേ ഗവൺമെന്റിന് ചെയ്യാവുന്നത് തന്നെയാണ്. ഞങ്ങൾ ഓരോ തവണയും ഈ കഴിഞ്ഞ 8.5 മാസം സമരം ചെയ്തപ്പോഴൊക്കെ ഞങ്ങളോട് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് അല്ല ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ബഹുമാന്യമായ നമ്മുടെ കേരള ആരോഗ്യമന്ത്രി പോലും പറഞ്ഞത് കേന്ദ്രത്തിന് സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങളും കൂടെ വരാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഗവൺമെന്റിന് ഇത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതെന്നും ജനങ്ങളുടെ ഇടയിലും കേരളത്തിനിടയിലും ലോകത്തോടും വിളിച്ചു പറയേണ്ട ഗതികേടിലേക്കാണ് ഈ 1000 രൂപയുടെ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഗവൺമെന്റിന് ഞങ്ങൾ സമരം തുടങ്ങിയപ്പോഴേ ചെയ്തു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം സ്ത്രീ തൊഴിലാളികളോട് അവഗണന കാണിക്കുക ചെയ്തത്. ഈ സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് തീർത്തും സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ 8.5 മാസം. ഞങ്ങൾ പലപ്പോഴും ചർച്ചയിൽ ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തരുമോ എന്ന് പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ധാർഷ്ട്യം കാണിച്ചതല്ലാതെ ഗവൺമെന്റ് ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല. വിവിധ സമരമുറകൾ ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങളെ സ്ത്രീകളെ കൊണ്ട് നടത്തി. ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ക്ലബ് ഹൗസ് മാർച്ചില് 6 അടി ഉയരമുള്ള ബാരിക്കേഡിന്റെ മുകളിൽ നിന്ന് ക്ലിഫ് ഹൗസില് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോടൊന്ന് കാണാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് 5 തവണ ജലപീരങ്കി അടിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 3 മാസം വരെ ഓരോ മാസങ്ങളിലും പെൻഡിങ് ആവുന്ന തുക ഞങ്ങൾക്ക് ആ ഓണറേറിയം കൃത്യസമയത്ത് തരാനും ഓണറേറിയത്തില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തില് കഴിഞ്ഞ 5 വർഷം ഗവൺമെന്റ് പറഞ്ഞത് 700 രൂപ ഡെയിലി വേജസ് വെച്ച് 21,000 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ ഗവൺമെന്റിന് ഇപ്പോൾ ഈ ഇടക്കാല ബഡ്ജറ്റിലും ഒക്കെ തന്നെ ഞങ്ങളുടെ സമരം ന്യായമാണെന്ന് അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് ഗവൺമെന്റ് പോയി കഴിഞ്ഞു. ഇതിന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് ഈ വസ്തുത തന്നതിന് ഞങ്ങൾക്ക് ഒരേ സന്തോഷമുണ്ട്. എങ്കിലും ഞങ്ങൾ ഒരിക്കലും സംതൃപ്തരല്ല. ഞങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇനിയും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ട്. 4 മാസം അവരുടെ മുൻപിൽ തൊടാതെ കിടക്കുകയാണ്. ഇനിയും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സമരം മൂലം സ്കൂൾ പാചക തൊഴിലാളികൾക്കും അവര് വനിതകളാണ്, അങ്കണവാടിക്കാർക്കും ഞങ്ങളുടെ സമരത്തിലൂടെ അവർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഒട്ടനവധി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ 1000 രൂപയുടെ വർധനവിൽ ഞങ്ങൾ സന്തോഷമുണ്ട് എങ്കിൽ ഞങ്ങൾ ഒരിക്കലും സംതൃപ്തരല്ല. ഗവൺമെന്റ് ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിൽ പോയി ചോദിക്കാൻ മന്ത്രിയും കൂടെ വരാമെന്നാണ്. ഇപ്പോൾ ഇത് കാണിച്ചു തന്നു സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള സംഭവം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആശാ വർക്കേഴ്സ് ചെയ്തിരിക്കുന്ന സമരം തീർത്തും ന്യായമാണെന്ന് ഗവൺമെന്റിന് അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് ഗവൺമെന്റ് വന്നു. ഇത് നേരത്തെ തരാമായിരുന്നു എങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ഈ തൊഴിലാളി വർഗ സർക്കാരിന് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കില്ലായിരുന്നു. ഇനിയും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ട്. ഇനിയും അവർക്ക് 4 മാസം തൊടാതെയുണ്ട്. ഇനിയും ഞങ്ങൾ ഗവൺമെന്റ് ഞങ്ങളോട് ടീം വർക്കേഴ്സിനോട്, പ്രത്യേകിച്ച് ആശാ തൊഴിലാളി വർഗത്തോട് ടീം വർക്കേഴ്സിന് 700 രൂപ വെച്ച് പ്രതിമാസം 21,000 രൂപ വീതത്തിൽ തരാമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം പാലിക്കാൻ ഇനിയും ഗവൺമെന്റിന് സമയമുണ്ട്. അപ്പോൾ ഒരിക്കലും ഞങ്ങള് ഈ ഒരൊറ്റ കാരണത്താൽ ഞങ്ങൾ സംതൃപ്തരെയല്ല. പക്ഷേ ഗവൺമെന്റ് ഇത് അംഗീകരിച്ചു തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ 8.5 മാസത്തെ അതികഠിനമായ തപസ്, അതികഠിനമായ സമരത്തിന്റെ ഫലമാണെന്ന് ഞങ്ങളുടെ ലോകവും അംഗീകരിച്ചു കഴിഞ്ഞു. ലോകം കണ്ടു എന്നുള്ളതാണ് സത്യം.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.